സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യൻ ബൈക്കാണ്. സോ നമ്മളെ ചേട്ടായി ഇടുന്ന ഉറങ്ങിയാണ്. സോ നമ്മൾ വീഡിയോ തുടങ്ങാൻ മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതൊരു ആദ്യത്തെ ഗെയിമിംഗ് വീഡിയോ ആണ്. സോ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് നൗ വി ആർ ഗോയിങ് ടു ദ ഗെയിം. സോ നമുക്ക് ആദ്യം നമ്മുടെ ചേട്ടായി ഒന്ന് എഴുന്നേക്കട്ടെ. ഇത് ഭയങ്കര റിസ്ക് അല്ല. ഇവിടെ ലൈറ്റ് ഈ ഗെയിം പിന്നെ കുറച്ച് ദിവസമായിട്ട് അപ്ഡേറ്റ് ആയി കാണിച്ചു തരാം. ഇത് നിങ്ങൾ കാണുന്നവരൊന്നുമല്ല. ഈ പഴയ ടൈപ്പ് മോഡ് സാധനങ്ങൾ, അതെ ഇങ്ങനത്തെ ടൈപ്പ് ഗണ്ണാണ്. ഇതിനൊരു പുതിയ ഗണ്ണുണ്ട്. ഇത് മിസൈലാണ്. ഇത് ഇങ്ങനെ വിട്ട് ഇത് പൊട്ടിത്തെറിക്കും. അതൊരു ഉണ്ട പോയല്ലോ, നിങ്ങൾ കണ്ടില്ലേ? അത് പൊട്ടിത്തെറിക്കും. കണ്ട അമ്മ അടുത്ത് പോകാത്ത ഭാഗ്യം. സോ നമുക്ക് നമ്മുടെ ടാറ്റ സിയാർ എടുക്കാം. സോ ആ വണ്ടി എടുത്ത് പോവാം. അയ്യോ, നമ്പർ മാറിപ്പോയി. നമ്മുടെ വണ്ടി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇനി വണ്ടി എടുത്തിട്ടൊരു സ്ഥലം വരെ പോകണം. ലൈറ്റ് പോയി. നമ്മുടെ വേറൊരു വീടില്ലേ നമുക്കിവിടെ, അങ്ങോട്ട് പോവാം. അല്ലെങ്കിൽ വേണ്ട, ഇവിടെ ഈ വണ്ടിയുടെ സൗണ്ട് അടിച്ച് എൻ്റെ പൊന്നെ. ഗെയിം തുടങ്ങുമ്പോൾ തന്നെ ഉള്ള ആവശ്യമില്ലാത്ത ഒരു പരിചയമൊക്കെ നമ്മൾ ചെയ്ത് വെക്കുന്നു. ഇതാണ് കാര്യത്തിൻ്റെ കുഴപ്പം. അല്ലാതെ ഇതാണ് നമ്മുടെ പഴയ വീട്. ഗെയിമിൽ പിന്നെ എന്തായാലും കുഴപ്പമെന്ന് അറിയാമോ? വണ്ടിക്കൊന്നും ഇതിനൊക്കെ ഡ്രിഫ്റ്റ് ആവണതേ പോയി. ഇവിടെ ബൈക്കൊക്കെ ഇടയ്ക്ക് ബൈക്ക് എടുത്താൽ മതിയായിരുന്നു. ഈ കാറൊന്നും ഉള്ളിലൂടെ അവിടെ കിടക്കണം. നമ്മുടെ പണിന്ന് വെച്ചാൽ നമുക്ക് ജിറാസിക് പാർക്കിൽ പോയിട്ട് ഡൈനോസറിനെ എല്ലാത്തിനും വെടിവെച്ച് വരണം. അതിനുള്ള ഗണ്ണും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് രാവിലെ കാണാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. സോ അങ്ങനെ രാവിലെ ആയിട്ടുണ്ട്. നമ്മളപ്പോൾ ജിറാസിക് പാർക്കിൻ്റെ അടുത്ത് എത്തി എന്ന് പറയാം. സോ നമുക്ക് ഇവിടെ നിന്ന് വാതിൽ തുടങ്ങിയതാണ്. സോ എനിക്കിത് പേരുണ്ടേ. ഡൈനോസറിനൊക്കെ ഞാൻ കൊല്ലാൻ ഇങ്ങനെ പോകണം ആദ്യമായിട്ടുണ്ട്. അതല്ല അത്ര എന്തിനാണ് ഡോറിൽ ഡോറടിക്കുന്നത്. 8,000 അടിച്ചിട്ട് നമുക്ക് വേണ്ടൊരു ഹെലികോപ്റ്റർ എടുത്തങ്ങ് പറക്കാം. ഹെലികോപ്റ്റർ ഒന്നും വേണ്ട, ജെറ്റ് പാക്ക് വല്ല മതി. കൊണ്ട് പോയാൽ നമ്മൾ ഇവിടെ കിടക്കും. ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് അവൻ്റെയൊക്കെ കഥ കഴിച്ചിട്ട് വരാം. കറണ്ട് ഇല്ലാത്ത നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതങ്ങനെ ചെയ്യേണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യണം കേസ്. അതല്ലാന്ന് വെച്ചാൽ പറയണ കാര്യം എന്താ വെച്ചാൽ ചിലവർ പറഞ്ഞ് കാട്ടിലൊരു സീക്രട്ട് ഒരു മരത്തിൻ്റെ വീടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ജെമിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു നോക്കി, അവനും പറഞ്ഞു ചിലർക്ക് ടെക്സ്റ്റേഴ്സ് യൂസ് ചെയ്ത് ചെയ്യണമെന്നാണ് പറയണേ. എനിക്കത് അറിഞ്ഞൂടാ. ആർക്കെങ്കിലും അറിയണമെങ്കിൽ താഴെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയണേ. ഇപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായേ, നമ്മൾ താഴത്ത് പോകണ്ട. നമുക്ക് താഴത്ത് ഇങ്ങനെ പോയിക്കാൻ നമുക്ക് ഡൈനോസറിനൊക്കെ കാണാൻ പറ്റുള്ളൂടെ. അതുകൊണ്ട് വെറുതെ ഇങ്ങനെ നടന്ന് ഒന്നിനെയും കാണാൻ പറ്റത്തില്ല. മരത്തിലടിക്കല്ലേ ഡൈനോസർ ചേട്ടനെ ഇപ്പോട്ടെ. എന്തു സാധനം? ഇവിടെ മുട്ടേ, ഡൈനോസർ മുട്ടേ. എന്ത് താഴെ കിടക്കുന്നുണ്ട്? എന്ത് സാധനം? ഡൈനോസറിൻ്റെ ഇല്ല. നമ്മൾക്ക് ഇടുമോ? എൻ്റെ അയ്യോ, ഡൈനോസർ ആണല്ലേ ഗൈസ്. ആരുമില്ല. എന്ത് സാധനം? ഇവിടെ ഡൈനോസറിൻ്റെ മുട്ട. ഓ ഗൈസ്, നമുക്കത് വെടി വെച്ച് നോക്കിയാലോ. ജെറ്റ് പാക്ക് എടുത്ത് നമുക്ക് ഇങ്ങോട്ട് വരാം. കാരണം ഞാൻ ആദ്യമായിട്ട് കണ്ടതേ ഡൈനോസറിൻ്റെ മുട്ടയൊക്കെ. അയ്യോ, ഈ വണ്ടി ബൈക്കൊന്നും എടുക്കാൻ പാടില്ല. എനിക്ക് പേടിയ ബൈക്കിലൊക്കെ വരാം. ഞാൻ ഡൈനോസറിനെ പേടിക്കണല്ലേ. എനിക്ക് പേടിയുണ്ടോ? ഇവിടെ ഡൈനോസറിനെ വെടി വെച്ചാൽ വല്ലതും പോകും. മുട്ടയിൽ വെടി വെച്ചാൽ പറ്റും. അയ്യോ, ആരും പറയല്ലേ. ഡൈനോസർ മുട്ട സാധനം പൊടിക്കാം. അയ്യോ, ഇതിടല്ലേടാ, ഇതിടല്ലേ.
പൊട്ടിക്കാണ്. ആ മുട്ട പൊട്ടിക്കാൻ പറ്റൂലേ നമുക്ക്? അതായത് നമുക്ക് ഇഷ്ടമുള്ളടുത്ത് നമുക്ക് അവിടെ വന്നിട്ട് ഡാൻസ് കളിക്കാം. ഇങ്ങനെ എടുക്കുക എന്താ ഇതിനെ ഉണ്ടാക്കി ചാടിയാലോ? എൻ്റെ മോനെ ഇത് പൊട്ടോന്നൊന്നും എനിക്കറിയില്ല കേട്ടാ. കാരണം ഇതിൽ ഞാൻ ജെമിനെ എടുത്ത് വെച്ചൊക്കെ ജെമിന് പറഞ്ഞാൽ അവിടെ നിന്ന് കുറച്ച് മുട്ടകളുണ്ടാവും. അപ്പം പിന്നെ അത് വെടി വെച്ചാൽ പൊട്ടുമെന്നൊക്കെയാണ് എല്ലാ വാഴകളും പറഞ്ഞത്. പക്ഷേ ഗണ്ണെടുത്ത് പൊട്ടിക്കാനൊന്നും പറ്റില്ല കേട്ടാ. താഴെ നിന്ന് നമുക്കിവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. നൈസായിട്ട് നമുക്ക് താഴ്ത്തിറങ്ങാം. നമുക്കിവിടെ ഒരു ബിൽഡിങ് വരുത്തണം ഗൈസ്. ബിൽഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി പീസി ആയിട്ട് എല്ലാം ചെയ്യാം. സോ ഡൈനോസർ കാണില്ലേ കണ്ട ഇവിടെയാണ് ഗൈസ് സ്റ്റാർട്ടിങ് ഇവിടെയാണ്. അവനെ നമ്മളൊന്നും ചെയ്യത്തില്ല ചിലപ്പോൾ, എനിക്കറിയില്ല. നമുക്ക് ഹൗസ് വണ്ണടിച്ചിട്ട് വണ്ണടിക്ക് സെറ്റ്. ഈ വീട് കേറ പക്ഷെ ഈ വീട് വരത്തിയിട്ട് കാര്യമില്ലടാ. ഇവിടെ വീട് വെച്ചാൽ നമ്മളെന്ത് ഒഴുങ്ങിട്ടിനാണ്. H4 അടിച്ചെന്തെങ്കിലും വരും. H4 അടിച്ചാൽ അതിനെങ്കാലം പീക്കിരി വീട് വരും. ഇത് ഷോപ്പ് എന്താണ്ട് ഇവിടെ? ഇത് ഷോപ്പാ. ഫോണ് താഴ്ത്തത്. ഫോൺ എടുക്കാണ്ട് കയറാൻ പറ്റത്തില്ല. എടാ വണ്ടി എടുക്കടാ, വണ്ടി എടുക്ക്. അയ്യോ സ്ഥലം ഇടിച്ചേ. ഇവനെന്തോ ഒരു വീടിൻ്റെ മുകളിൽ കൂടിയൊക്കെ വരും. ഇവിടെ നിർത്തിക്കോ. നിർത്ത്. എടാ നിർത്തടാ പൊട്ട. റാങ്കിനാണ് ഇതിനും ഭേദം നല്ലത്. അപ്പം പിന്നെ പറയണം. അപ്പം നിർത്തിക്കോളാം. ഇനി ആർപ്പിച്ച് ഇട്ടിട്ട് നോക്കിയാലോ. ഇവിടെ പിന്നെ ഡൈനോസർ അവൻ നമ്മുടെ വീടിനെക്കാളും വലുതാന്ന് തോന്നുന്നു. പിന്നെ കൊല്ലാം. ഞാൻ ചാവില്ലേ? ഇവിടെ ഇവൻ ചത്തൂല. അടുത്തോട്ട് തന്നെ ഉണ്ടോ? അടുത്തോട്ട് വന്നാൽ നമ്മൾ എന്തെങ്കിലും ചെയ്യോ? ശിവനെ നമ്മളെങ്ങനെ കൊല്ലുമെന്ന് എനിക്കറിയാം. AK-47 ഒക്കെ ഉണ്ടായിരുന്നു. ഒറ്റ ഷോട്ടി ചത്ത് മറ്റോളന്മാരെങ്ങനെ വരത്തോടെ? ബാക്കിയുള്ളവന്മാരെങ്ങനെ കൊണ്ടുവരും? ഇതിലൊരു ഡ്രോൺ മൂഡ് ഉണ്ട് കേട്ടോ. അവരെവിടെയാണെന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഡ്രോൺ ഓണെന്ന് അടിക്കണം, അങ്ങനെ ചിലപ്പോൾ വരുള്ളൂ. സോ ഇതാണ് നമ്മുടെ ക്യാരക്ടറും കാര്യം. താഴ്ത്താൻ പറ്റില്ലേ? സോ ഇത് താഴ്ത്താനൊക്കെ പറ്റോട്ടെ, നല്ലതാ. സോ ഇത് നമ്മുടെ ക്യാറ്റസ്. നമുക്ക് വേഗം പോയിട്ട് പണി തുടങ്ങാം. ഇവിടെ എവിടെയാണ് നമ്മുടെ ഡൈനോസർ കുട്ടനുള്ളത്? ഇവിടെ എല്ലാ സ്ഥലത്തും മുട്ടയിട്ട് വെച്ചിട്ടുണ്ട് ഡൈനോസർ. ടീരക്സിനെ കിട്ടിയാൽ ടീരക്സിന് എന്തായാലും കൊല്ലും. ടീരക്സിനിട്ടൊരു പണി കൊടുക്കണം നമുക്ക്. ടീരക്സ് അല്ലേ വലിയ രാജാവ്. എടാ ഈ ഒരു ദിവസം ഉണ്ടല്ലോ, ഞാൻ ഈ ടാങ്കർ എടുത്ത് പൊട്ടിക്കാൻ പോയതാണ്. ടീരക്സിൻ്റെ ടാങ്കർ അടിച്ച് വരച്ച് ദൂരോട്ട് കളഞ്ഞു. അത്രയ്ക്ക് പവറാണ് ഈ ടീരക്സ്. പക്ഷേ നമ്മളാ ബിൽഡിങ്ങിനെ ഉണ്ടാക്കി വയ്ക്കുമ്പോൾ എല്ലാം കഴിയും മിക്കവാറും. നമുക്കൊന്ന് നൈസായിട്ടൊന്ന് നോക്കാം. ഇതെന്ത് സാധനം? എന്താ ഇങ്ങനെ പുല്ല? എവിടാ ടീരക്സ്? ഒരു കിണ്ടിയില്ലല്ലോ ഇവിടെ. നമുക്ക് ടീരക്സും വേണ്ട, ഒരു കുന്തവും വേണ്ട. നമുക്ക് വേഗം ഉള്ള സ്ഥലം വിടാം. നമ്മൾ ഒരെണ്ണത്തിനെ തട്ടി, അത് മതി. സോ
നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അയ്യോ ഇവരെന്താ ഞങ്ങൾക്ക് ഇരിക്കുന്ന പോലെ ഇവിടെ ഇപ്പൊ ഒന്നും ചെയ്യില്ല. സ്കൂട്ടറുണ്ട്, ഇവിടുത്തെ അങ്ങ് പോവാ. ഇവിടെ ബൈക്കിൻ്റെ ഉണ്ട് സ്കൂട്ടർ മുട്ടടമുണ്ട് കുടിക്കിട്ടുണ്ട്. സോ നമ്മളപ്പോൾ കുറേ നേരം ഇങ്ങനെ കഥയും കളിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലല്ലേ സ്കൂട്ടർ ഓടിച്ച് തന്നിട്ട് നമ്മളിപ്പോൾ ഇവിടെ എത്തി. നമ്മൾ ഈ വീട്ടിലോട്ട് വന്ന കാരണം ഇപ്പോഴത്തെ നമ്മുടെ സ്പെഷ്യൽ സാധനങ്ങൾ ഇരിപ്പുണ്ട്. സോ എനിക്കിഷ്ടപ്പെട്ടത് നിങ്ങളെ കാണുന്ന BMW കണ്ടോ, അത് അവിടെ തന്നെ കൊണ്ട് വെക്കാൻ കാരണം എന്താ വെച്ചാൽ എനിക്ക് ആ വണ്ടി നല്ല ഇഷ്ടപ്പെട്ടാണ്. സോ അതുകൊണ്ട് പിന്നെ നമ്മുടെ ഷാജി പാപ്പൻ്റെ വണ്ടിയും എല്ലാം കാര്യങ്ങളും ഇവിടെ ഉണ്ട്. സോ നമുക്ക് വീട്ടിൽ കയറി കിടന്നുറങ്ങാം. സോ ഇന്നത്തെ വീഡിയോ ഇത്ര വെച്ചേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ ആയിട്ടാണ് വന്നത്. അതിൽ ഞാൻ കുറച്ച് പുതിയ ബസ്സൊക്കെ എടുത്തിട്ടുണ്ട്. സോ ഈ വീഡിയോ ഷോർട്ടാണെങ്കിൽ ഒന്ന് ശ്രമിക്കണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിൽ ചാർജ് പെട്ടെന്ന് തീരും. അത് കാരണമാണ് ഞാൻ ഇപ്പോൾ ഗെയിം അത്രയും ഷോർട്ടായിട്ട് കളിക്കാൻ കാരണം. അടുത്ത വീഡിയോയിലൊക്കെ ഞാൻ കുറച്ച് ലോങ് ആയിട്ട് കളിക്കാം. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സോ ഗൈസ് നമുക്ക് ഇന്നത്തെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ബൈ.